പ്രപഞ്ചം തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ മാറുന്ന ലോകത്തിൽ മാറാത്ത സുഖം കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എല്ലാം മാറിക്കൊണ്ടിരിക്കുക അല്ലേ? എന്നിട്ട് കിട്ടണ്ടോ? മാറേണ്ടത് ബാഹ്യ പരിതസ്ഥിതിയല്ല, മനസ്ഥിതിയാണ്. നമ്മുടെ മനസ്സാണ് മാറേണ്ടത്. മനസ്സിലായോ? കാഴ്ചപ്പാടാണ് മാറേണ്ടത്. നൃത്തം നമ്മുടെ ദൃഷ്ടി മാറിക്കഴിഞ്ഞാൽ സൃഷ്ടി സുന്ദരമാണ്. കണ്ടാൽ എന്താ തോന്നുക? വായ മേൽച്ചുണ്ട് ആകാശത്തിലും കീഴ്ച്ചുണ്ട് താഴെയും. ഓരോ ഗോവർദ്ധന പർവ്വതം, ആ പർവ്വതത്തിലുള്ളൊരു ഗുഹാന്നേ തോന്നുള്ളൂ. കുട്ടികളും അങ്ങനെ വിചാരിച്ചതേ. ആ ഗുഹ പോലെ വായം പൊളിച്ച് നാവും പുറത്തേക്കിട്ട് ഇങ്ങനെ കിടക്കുക. കൂട്ടുകാരിങ്ങനെ ഓടി മുമ്പേക്ക് വന്നു. മുമ്പ് വന്ന് കൂട്ടുകാർ പറയാം, നോക്കൂ എന്തൊരു നല്ല ഗുഹ, നമുക്കിന്ന് ഇതിൻ്റെ ഉള്ളിൽ കളിച്ചാലോ? അന്ന് പറയുമ്പോഴേക്കും ചിലർ ഓടിക്കയറി കഴിഞ്ഞു. ഇതിൻ്റെ അകത്തേക്ക് കിടക്കാനുള്ള വഴി, ആ റോഡ് വളരെ ഇടുങ്ങിയതാണേ, പാമ്പിൻ്റെ നാവ് പോലെ മറിഞ്ഞു വീഴാണ്ട് കയറണമെന്ന് ചിലർ. ചില അകത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നുണ്ട്. ആ പാമ്പിൻ്റെ ആ പല്ലൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടിട്ട് പറയും, ഇതാ പാറയുടെ കൂർത്തുമൂത്ത ആ അറ്റങ്ങൾ പോറാണ്ട് അകത്തേക്ക് പതുക്കെ സൂക്ഷിച്ചു വരണേ. ഇതിൻ്റെ ഉള്ളിൽ കയറിയവർ പറയും, എന്താ അത് പാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുർഗന്ധം പോലെ? ഈ ഗുഹയുടെ ദുർഗന്ധമാണല്ലോ. വായുസഞ്ചാരം ഉണ്ടായിട്ട് കുറേ കാലമായി ഉണ്ടാവും, സൂര്യപ്രകാശമൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എല്ലാവരും സൂക്ഷിച്ചു വരണേന്ന് പറഞ്ഞു. കുട്ടികൾ ശരിക്കും പാമ്പിനെ പോലെ വിചാരിച്ചു, യഥാർത്ഥ പാമ്പാന്ന് അവരറിഞ്ഞില്ല.